നമസ്കാരം. കൊണ്ടോട്ടി ഉപജില്ലാ കലോത്സവം ഏതാനും നിമിഷങ്ങൾ പിന്നിടുമ്പോൾ അവസാനിക്കാറായി. ഈ കലോത്സവം വിജയത്തിന്റെ പാതയിലേക്ക് കുതിക്കുമ്പോൾ എടുത്തു പറയേണ്ട ഒരു ടീം തന്നെയാണ് സ്റ്റേജ്, പന്തൽ, ലൈറ്റ് ആൻഡ് സൗണ്ട് ഇവിടെ സജ്ജീകരിച്ചിട്ടുള്ള KSTയുടെ കമ്മിറ്റി. ഈ ഒരു പരിപാടിയുടെ വിജയത്തെക്കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ ഇതിന്റെ സൗകര്യങ്ങളാണ് ഏറ്റവും പ്രധാനമായി ഓരോരുത്തരും എടുത്തു പറഞ്ഞിട്ടുള്ളത്. ഓരോ മത്സരാർത്ഥിക്കും കൃത്യമായി കലാവിരുതുകൾ അവതരിപ്പിക്കാനുള്ള സൗകര്യം ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. ഇതിന് കൃത്യമായി പ്രവർത്തിച്ച ഇവരോട് അതിനെക്കുറിച്ച് നമുക്ക് ചോദിക്കാം. ആദ്യമായി നമ്മോട് പ്രതികരിക്കുന്നത് KSTയുടെ ഭാരവാഹി നാസർ കണ്ണാട്ടിലാണ് നമ്മോട് പ്രതികരിക്കുന്നത്. ഈ ഒരു കലാമേള അവസാനിക്കുമ്പോൾ എത്രമാത്രം സന്തോഷമുണ്ട് ഈ ഒരു സജ്ജീകരണങ്ങളൊക്കെ ഒരുക്കിയതിന്റെ പേരിൽ? തീർച്ചയായിട്ടും ഞങ്ങൾ KSTU കൊണ്ടോട്ടി ഉപജില്ലാ കമ്മിറ്റി ഏറെ അഭിമാനിക്കുന്നു. 36ാമത് കൊണ്ടോട്ടി ഉപജില്ല സ്കൂൾ കലോത്സവത്തിന്റെ ചരിത്രത്തിൽ പിന്നിട്ട 35 വർഷം കലാമേളകൾക്കും വ്യത്യസ്തമായിക്കൊണ്ട് ഞങ്ങൾ ഏറ്റെടുത്ത സ്റ്റേജ്, പന്തൽ, ലൈറ്റ് ആൻഡ് സൗണ്ട് ഉപസമിതി, സബ് കമ്മിറ്റി പ്രവർത്തനങ്ങൾ ഏകോപിച്ചുകൊണ്ട് വളരെയധികം ഇവിടെ വായക്കാട്ടേക്ക് കടന്നു വന്ന കലാപ്രതിഭകൾക്കും അധ്യാപകർക്കും രക്ഷാകർത്താക്കൾക്കും ഏറെ സൗകര്യങ്ങൾ ഒരുക്കുന്നതിൽ ഞങ്ങൾ എന്നും ഈ 5 ദിവസവും വളരെ മികച്ച രീതിയിൽ തന്നെ ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. പ്രത്യേകിച്ച് എടുത്തു പറയാവുന്നത് നമ്മുടെ സംസ്ഥാന ജില്ലാ കലോത്സവങ്ങളോട് കിടപിടിക്കുന്ന അതിനേക്കാൾ മികച്ച രീതിയിലുള്ള നമ്മുടെ 1ാം വേദി നമ്മൾ വൈറ്റ് തുണി കൊണ്ട് സീലിംഗ് നടത്തിക്കൊണ്ടാണ്. അത് ഇന്ന് കാലാവസ്ഥയൊക്കെ പ്രതികൂലമായ സമയത്താണ് നമ്മൾ പന്തലുകൾക്ക് കാൽനാട്ടലൊക്കെ നടത്തി. മാത്രമല്ല ഇന്നലെ നടന്ന ബുധനാഴ്ച നടന്ന രാവിലെ മുതൽ വേദി 1-ൽ അരങ്ങേറിയ ഒപ്പന മത്സരങ്ങൾ ജനപങ്കാളിത്തം കൊണ്ട് വളരെ മികച്ചതായിരുന്നു. അതിന് വേണ്ട എല്ലാ സൗകര്യങ്ങളും, ഇരിപ്പിടങ്ങളും എല്ലാവർക്കും കാണാവുന്ന എല്ലാവർക്കും തിരക്കില്ലാത്ത രീതിയിൽ ഇരിപ്പിടങ്ങൾ ഒരുക്കി കൊടുക്കാൻ ഞങ്ങളുടെ കമ്മിറ്റി ഏറെ ശ്രദ്ധിച്ചിട്ടുണ്ട് എന്ന ചാരിതാർത്ഥ്യം കൂടി ഞങ്ങൾക്കുണ്ട്. അതോടൊപ്പം തന്നെ എടുത്തു പറയേണ്ടതാണ് സൗണ്ട് സിസ്റ്റത്തിന്റെ സൗകര്യങ്ങളൊക്കെ. ഓരോ വേദിയിലും കൃത്യമായി വളരെ ഒരു പരാതികൾക്കുമിടയില്ലാത്ത രീതിയിൽ സൗണ്ട് സംവിധാനങ്ങൾ, പലപ്പോഴും ഒരു മത്സരവേദികളിൽ പരാതികൾ ഉയരാറുള്ള ഒരു കാര്യമാണ് സൗണ്ട് സിസ്റ്റത്തിന്റെ തകരാറുകൾ. ഇവിടെ കൃത്യമായി എല്ലാ ഭാഗങ്ങളിലും ഈ രീതിയിലുള്ള സജ്ജീകരണങ്ങളൊക്കെ ഇവിടെ പൂർത്തിയാക്കിയിട്ടുണ്ട്. അടുത്തതായി നമ്മോട് പ്രതികരിക്കുന്നത് വാഴക്കാട്ടുകാരൻ കൂടിയായിട്ടുള്ള ഫൈസൽ മാസ്റ്ററാണ്. പ്രിയമുള്ളവരെ, നമ്മുടെ 36ാമത് കൊണ്ടോട്ടി ഉപജില്ലാ കലോത്സവം ഇന്ന് ഒരു ചരിത്രമായി അതിന്റെ തിരശ്ശീല വീഴുകയാണ്. നേരത്തെ ഇവിടെ സെക്രട്ടറി സൂചിപ്പിച്ച പോലെ മുൻ കലാമേളകളിൽ നിന്നൊക്കെ വ്യത്യസ്തമായി വളരെ മനോഹരമായ പന്തലുകൾ നിങ്ങൾക്ക് ഇവിടെ വന്നാൽ തന്നെ നിങ്ങൾ വീക്ഷിച്ച പോലെ സീൽ ചെയ്ത് ഏകദേശം 1000ഓളം ആളുകൾക്ക് ഇരിക്കാവുന്ന വളരെ മനോഹരമായ പന്തല്. ഒരു പരാതിയുമില്ലാതെ ഈ 6 ദിവസവും വളരെ നേരത്തെ, നിങ്ങൾക്കറിയാം ഒരു കലാമേളയുടെ പന്തൽ എന്നൊക്കെ പറയുമ്പോൾ അത് ഒരു കുറഞ്ഞ ദിവസം കൊണ്ടാണ് സാറ് ചെയ്യാറുള്ളത്. എന്നാൽ വളരെ നേരത്തെ കൃത്യമായ ആസൂത്രണത്തോടെ ഭംഗിയായി ഒരു ജില്ലാമേള നടക്കുന്ന രീതിയിൽ വലിയ രീതിയിലാണ് അതിൻ്റെ പന്തലുകൾ, അതുപോലെ തന്നെ ശബ്ദ സൗകര്യങ്ങൾ. ഒരു മേളയും കറണ്ട് പോവുകയോ അല്ലെങ്കിൽ ശബ്ദ ക്രമീകരണങ്ങളുടെ അപര്യാപ്തത മൂലം നിൽക്കുകയോ ചെയ്യാതെ ഒരു പരാതിയും ഇല്ലാത്ത രീതിയിൽ ഏറെ മനോഹരമായ രീതിയിൽ എല്ലാ സൗകര്യങ്ങളോടും വരുന്ന എല്ലാവർക്കും പ്രോഗ്രാമുകൾ നന്നായി ആസ്വദിക്കാൻ പറ്റുന്ന രീതിയിലാണ് ഈ കമ്മിറ്റി അതിന് വേണ്ട സൗകര്യങ്ങൾ ചെയ്തിട്ടുള്ളത്. അത് നമുക്കറിയാം, ഇവിടുത്തെ എല്ലാ PTA അതുപോലെ തന്നെ SMC നാട്ടുകാർ എല്ലാവരും ഒരു മെയ്യായി നിന്നുകൊണ്ട് ഇതിന് വേണ്ട സൗകര്യങ്ങളും സഹായങ്ങളൊക്കെ ഈ കമ്മിറ്റിക്ക് ചെയ്തു തന്നിട്ടുണ്ട്. ഇതിൻ്റെ ഏറ്റവും പ്രധാനമായി വേദി 1, ഈ കലാമേളയുടെ ഹൃദയം എന്നറിയപ്പെടുന്ന വേദി 1-ൽ ഒരു നീണ്ട ഒരു ഒപ്പന മത്സരത്തിൽ നിങ്ങൾ കാണാം വലിയ ഒരു ജനപങ്കാളിത്തം. ആ ജനങ്ങളെ പരമാവധി ഇരുന്ന് ഒപ്പന മത്സരം പൂർണ്ണമാവുന്നവരെ വീക്ഷിക്കാനുള്ള ഇരിപ്പിട സൗകര്യങ്ങൾ മറ്റു കലാമേളകളൊന്നും കാണാത്ത രീതിയിൽ തുടങ്ങിയ എല്ലാ ഫെസിലിറ്റികളും പരമാവധി ചെയ്യാൻ ഈ കമ്മിറ്റി സഹകരിച്ചിട്ടുണ്ട്. അത് നിങ്ങളൊക്കെ നിങ്ങൾ ഈ പരിപാടിയോടുമായി എല്ലാവരും നൽകിയ പിന്തുണയ്ക്ക് അഗൈതമായ നന്ദി ഒരിക്കൽ കൂടി ഈ കമ്മിറ്റിക്ക് വേണ്ടി അറിയിക്കാം. അടുത്തതായി നമ്മോട് പ്രതികരിക്കുന്നത് KSTയുടെ പ്രസിഡന്റ് കൂടിയായിട്ടുള്ള അൻസാരിയാണ്. ഈ ഒരു കലാവിരുന്ന് അവസാനിക്കാറായി. എത്രമാത്രം സന്തോഷത്തിലാണ് ഈ ഒരു സംവിധാനങ്ങൾക്ക് ചുക്കാൻ പിടിച്ചതിന്റെ പേരിൽ? നിങ്ങൾ കഴിഞ്ഞ 4-5 വർഷമായിട്ട്
കഴിഞ്ഞ 4-5 വർഷമായിട്ട് പ്രോഗ്രാമും അതുപോലെ തന്നെ ഫുഡ് കമ്മിറ്റിയാണ് മാറി മാറി എടുത്തിരുന്നത്. സ്റ്റേജ് ആൻഡ് പന്തൽ ഏറ്റെടുത്ത് മുതൽ അതിൻ്റെ ഓരോ വേദികളും കൃത്യമായിട്ട് ഒരു ടീമിനെ തന്നെ ചുമതലപ്പെടുത്തിക്കൊണ്ട് ആ വേദികളിലുള്ള അതാത് കാര്യങ്ങൾ അപ്പോൾ പരിഹരിച്ചുകൊണ്ട് നമ്മുടെ കൊണ്ടോട്ടി സബ് ജില്ലാ കലാമേളയുടെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും മികച്ച ഒരു പ്രവർത്തനമാണ് ഇവിടെ സ്റ്റേജ് ആൻഡ് പന്തൽ കമ്മിറ്റി നടത്തിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇവിടെ യാതൊരു തരത്തിലുള്ള പരാതികളില്ലാതെ വളരെ ഭംഗിയായിട്ട് ഇവിടെ ഓരോ സ്റ്റേജുകളിലും പരിപാടികൾ നടന്നു എന്നുള്ളത് എടുത്തു പറയേണ്ടതാണ്. എന്തെങ്കിലും സ്റ്റേജിൻ്റെ പോരായ്മ കൊണ്ട് ഒരു പരിപാടിക്ക് പോലും ഡിലേ വരുത്താത്ത രീതിയിൽ ഇവിടെ നടന്നു എന്നുള്ളത് എടുത്തു പറയേണ്ടതാണ്. ഞങ്ങൾക്ക് വളരെയധികം സന്തോഷം നൽകുന്ന ഒരു കാര്യം കൂടിയാണ് എന്നും കൂടി അറിയിക്കും. എടുത്തു പറയേണ്ട കാര്യം തന്നെയാണ്. ഈ ഒരു ഒട്ടുമിക്ക ഉപജില്ലാ കലോത്സവങ്ങളും അവസാനിക്കാറുള്ളത് രാത്രി 12 മണിക്കും 1 മണിക്കും പുലർച്ചെയുമൊക്കെയാണ്. പക്ഷേ ഈ ഒരു ഉപജില്ലാ കലോത്സവം ഒട്ടുമിക്ക മത്സരങ്ങളും രാത്രി 9 മണിക്കുള്ളിൽ ഒരു 10 മണിക്കുള്ളിലായി അവസാനിച്ചിട്ടുണ്ട്. ഇന്നും ഏകദേശം അതിനു മുൻപേ തന്നെ മത്സരം പൂർത്തിയാക്കി സമ്മാന വിതരണം നടത്താൻ കഴിയുമെന്ന പ്രതീക്ഷയിലാണ് സംഘാടക സമിതി. പലപ്പോഴും അർദ്ധരാത്രിയിൽ ആരുമില്ലാതെ ട്രോഫികളും മറ്റും വിതരണം ചെയ്യുന്ന ഒരവസ്ഥയാണ് ഉണ്ടാവാറുള്ളത്. ഇന്ന് എല്ലാ രീതിയിലുള്ള സംവിധാനങ്ങളും ഒരുക്കി ഇതിനെല്ലാം നേതൃത്വപരമായ ഈ സംവിധാനങ്ങൾ ഒരുക്കുന്നതിൽ KSTU വഹിച്ച പങ്ക് വളരെ പ്രധാനമാണ്. അടുത്തതായി നമ്മോട് പ്രതികരിക്കുന്നത് സഹീദ് മാസ്റ്ററാണ്. ഈ ഒരു കലാവിരുന്ന് അവസാനിക്കുന്ന സമയത്ത് എന്താണ് പറയാനുള്ളത്? ഒരു പക്ഷേ ഈ കലാമേളയില് ഒരുപാട് സംഘാടക സമിതികളുണ്ട്, അല്ലെങ്കിൽ വിവിധങ്ങളായ കമ്മിറ്റികളുണ്ട്. ഒരുപക്ഷെ അവലോകനം നടത്താൻ വേണ്ടിയിട്ട് ഒരുമിച്ച് കൂടിയ കമ്മിറ്റി ഞാൻ മനസ്സിലാക്കുന്നത് ഈ സ്റ്റേജ് ആൻഡ് പന്തൽ കമ്മിറ്റി ആയിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. ഒരുപാട് ആളുകൾ ഇവിടെ സംഘടിച്ചിട്ടുണ്ട്. കഴിഞ്ഞ 1-ാം തീയതി മുതൽ തുടങ്ങിയിട്ട് 2-ാം തീയതിയിൽ ഒരു ഗ്യാപ്പാണ് വന്നത്. പിന്നെ 6-ാം തീയതി ഇന്ന് ഇത് അവസാനിക്കാൻ. ഈ സമയത്ത് നമ്മുടെ പ്രധാനപ്പെട്ട പ്രവർത്തകന്മാര്, ഭാരവാഹികളൊക്കെ ഈ മുഴുവൻ ദിവസങ്ങളിലും ഇവിടെ ഉണ്ടായിരുന്നു. മറ്റ് കമ്മിറ്റികളിൽ നിന്ന് വ്യത്യസ്തമായി അവസാനത്തെ ലൈറ്റ് ഓഫാക്കിയിട്ട് സ്റ്റേജ് ആൻഡ് പന്തൽ കമ്മിറ്റിക്ക് പോകാൻ പറ്റുള്ളൂ. അതുകൊണ്ട് ലൈവായിട്ട് ഞങ്ങൾ ഇവിടെ വേണം. മുഴുവൻ പ്രവർത്തകരും വളരെ സജീവമായി ഇത്രയും ദിവസങ്ങളിൽ ഇവിടെ ഉണ്ടായിരുന്നു എന്നതും, അതുപോലെ തന്നെ ഞങ്ങൾ ഇതിന്റെ ആസൂത്രണമാണ് നടത്തുന്നത്. ഇതിന്റെ ലൈറ്റ് ആൻഡ് സൗണ്ട് ഇത് ഒരുക്കിയ ഇവരുടെ ഈ ടീം, അവരെ ഞങ്ങൾ പ്രത്യേകം ഇതിൽ അഭിനന്ദിക്കാൻ. കാരണം ഞങ്ങൾ ഇതിന്റെ ആസൂത്രണങ്ങൾ, പ്ലാനിങ്ങൾ നടത്തുമ്പോൾ അത് ഓരോ സമയത്തും കൃത്യമായിട്ട് അതിന്റെ പൂർത്തീകരണത്തിന് വേണ്ടിയിട്ട് അവർ ശ്രമിച്ചിട്ടുണ്ട്. അതിന്റെ കൂടി ഒരു വിജയമാണ്. ആർക്കും ഒരു പരാതിക്കിടയില്ലാത്ത വിധം, പരിഭവം പറയാൻ ഇടയില്ലാത്ത രീതിയിൽ ഇത് പൂർത്തീകരിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നാണ് ഞങ്ങളുടെ ഒരു വിശ്വാസം. ഇന്നും ഇതൊരു നേരത്തെ പറഞ്ഞ പോലെ ഒരു 10 മണിയോട് കൂടിയിട്ട് ഇത് അവസാനിക്കുമെന്നാണ് ഞങ്ങളുടെ പ്രതീക്ഷയുള്ളത്. പിന്നെ എന്തായാലും വളരെ നന്നായി ഇടപെടാൻ കഴിഞ്ഞിട്ടുണ്ട്. സബ് ജില്ലാ കമ്മിറ്റിയുടെ നേതൃപരമായ പങ്ക് തന്നെയാണ്. പ്രത്യേകിച്ച് നാസർ മാഷും അതുപോലെ തന്നെ ഫൈസൽ മാഷും അൻസാരി അടക്കമുള്ള നല്ലൊരു ടീം, വനിതാ വിങ്ങൊക്കെ വളരെ സജീവമായിട്ട്, ജില്ലാ ഭാരവാഹികളും സ്റ്റേറ്റ് ഭാരവാഹികളൊക്കെ വളരെ സജീവമായിട്ട് ഇത്രയും ദിവസങ്ങളിലൂടെ ഉണ്ടായിരുന്നു എന്നുള്ളത് തന്നെയാണ് ഇതിന്റെ ഏറെ സന്തോഷകരമായ ഒരു സംഗതി. തീർച്ചയായും. ക്യാമറാമാൻ ആസിഫിനൊപ്പം ഉമർ അലി ശിഹാബ്, വാഴക്കാട്.